ഹായ് ഡേയ്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നല്ല വെയിലാണ്. വീഡിയോ എടുക്കാമെന്ന് കരുതി ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ല, അതുപോലെ വെയിലാണ്. വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ബൊഗെൻവില്ല പൂക്കളൊക്കെ നല്ല തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ബൊഗെൻവില്ല പ്ലാന്റുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ട് 2-3 ദിവസം ആയായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് കൂടുതലും 2-3 വീഡിയോസ് അടുപ്പിച്ച് അഗ്ലോണിമ പ്ലാന്റുകളുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ഈ ബൊഗെൻവില്ലയുടെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചില പ്ലാന്റുകളിലൊക്കെ ഫ്ലവറൊക്കെ പോയി തുടങ്ങി കേട്ടോ. ചിലതൊക്കെ ഇത് കണ്ടോ, ബിദാദാരിയുടെ പ്ലാന്റൊക്കെ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് കുറവുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഡെലിവറിനെ കുറിച്ചാണ്. നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. നമ്മൾ DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാന്റുകൾ അയക്കുന്നുണ്ടെങ്കിലും ബൊഗെൻവില്ല പ്ലാന്റുകൾ മാക്സിമം സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയക്കാറില്ല കേട്ടോ. കൂടുതലും നമ്മൾ DTDC വഴി മാത്രമാണ് എടുക്കുന്നുള്ളൂ. DTDC വഴി മാത്രമാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നുള്ളൂ. കാര്യം സ്പീഡ് പോസ്റ്റിൽ ചിലപ്പോഴൊക്കെ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന ആളുകൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് എങ്കിൽ മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി പ്ലാന്റുകൾ അയക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ പെറ്റ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും പെറ്റ് സർവീസ് അവൈലബിൾ ആണ്. ഇടുക്കി മാത്രമാണ് നിലവിൽ പെറ്റ് സർവീസ് അവൈലബിൾ അല്ലാത്തത്. അതുപോലെ തന്നെ നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഹോം ഡെലിവറിയിൽ വരുന്നത് നമുക്ക് നിങ്ങളുടെ അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് എത്തിച്ച് തരുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടികളിൽ നമ്മൾ കയറ്റി വിടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് അവർ കൊണ്ടുവന്ന് പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇറക്കി തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഹോം ഡെലിവറിക്കാർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡെലിവറി സർവീസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പ്രിഫർ ചെയ്താൽ മതി. ഇനി പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോ പ്ലാന്റുകളും കാണിക്കുന്ന സമയത്ത് അതിൻ്റെ റേറ്റും പേരും കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് നിങ്ങൾ ഒരു വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ എനിക്ക് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ വെറൈറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കാറ്റലോഗ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കാറ്റലോഗിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്ലാന്റുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് വെറൈറ്റീസ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം ഒരു വെറൈറ്റി 2 വെറൈറ്റിയൊക്കെ ഉള്ളൂ, കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്വാണ്ടിറ്റി കുറച്ചുള്ള വെറൈറ്റീസ് ഒന്നും തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചു പോകുന്നില്ല. അത്യാവശ്യം ഒരു 10 പ്ലാന്റൊക്കെ ഉള്ള പ്ലാന്റുകൾ മാത്രമാണ് ഞാൻ മിനിമം 10 പ്ലാന്റെങ്കിലും ഉള്ള വെറൈറ്റീസ് മാത്രമാണ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് കൂടുതൽ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗിൽ കൂടിയും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1-2 പ്ലാന്റുകളൊക്കെ ലാസ്റ്റ് വരുന്ന പ്ലാന്റുകളൊക്കെ നമ്മൾ ഓഫർ സെയിലൊക്കെ ഇട്ട് സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇടുന്നതിനേക്കാളും 100 രൂപയോ 50 രൂപയൊക്കെ കുറച്ചിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്ക് വരുന്ന വെറൈറ്റീസും ഡീറ്റെയിൽസും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് ഒരു അടിപൊളി വാട്സപ്പ് ഗ്രൂപ്പും നമുക്കുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി നമ്മൾ ഡെയിലി സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള കാറ്റലോഗിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. കോളുകൾ മാക്സിമം ഒഴിവാക്കുക. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ റംസാൻ നോമ്പ് പോകുകയാണ്. അതുപോലെ തന്നെ എൻ്റെ കുട്ടികളുടെ എക്സാമും നടക്കുന്നുണ്ട്. അവർ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് തിങ്കൾ ബുധനും വെള്ളിയാണ് പരീക്ഷ നടക്കുന്നത്. ആ ദിവസങ്ങളിലാണ് അതുകൊണ്ട് ഞാൻ കൊറിയർ ചെയ്യുന്നത് കേട്ടോ. ചൊവ്വയും വ്യാഴവും അതുകൊണ്ട് കൊറിയർ ചെയ്യുന്നില്ല. പിള്ളേർ വീട്ടിലുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് എക്സാം ആയതുകൊണ്ട് അവരെ പഠിപ്പിക്കാനൊക്കെ ഉള്ളതുകൊണ്ടും നോയമ്പും എല്ലാം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം കൊറിയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് 19th കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ തന്നെ ആഴ്ചയിൽ 5 ദിവസം നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ കൊറിയർ ഉള്ള ദിവസങ്ങളിലാണെങ്കിലും രാവിലെ മുതൽ മാക്സിമം കൊറിയേഴ്സ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കോളുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാക്സിമം കോളുകൾ ഒഴിവാക്കുക കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ എല്ലാ മെസ്സേജും നോക്കി റിപ്ലൈ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്ന പ്ലാന്റ് നമ്മുടെ ഓറഞ്ച് കിങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. കിങ് ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് കിങ് അദർണയുടെ പ്ലാന്റായിട്ട് നല്ല സാമ്യമാണ് കേട്ടോ. ഇത് അദർണയുടെ പ്ലാന്റ് ആണ്. അദർണയുടെ ഫ്ലവറും കിങ് ഓറഞ്ചിൻ്റെ ഫ്ലവറും തമ്മിൽ നല്ല സാമ്യമുണ്ട്. അപ്പോൾ ഇതാണ് കിങ് ഓറഞ്ചിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 300 രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. 300 റുപ്പീസാണ്.
അടുത്തത് വരുന്നത് പൂന ലാവണ്ടറിൻ്റെ പ്ലാന്റാണ്. പൂന ലാവണ്ടറിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. സൈസ് എന്ന് ഉദ്ദേശിച്ചാൽ നിറച്ച് പൂക്കളാണ് കേട്ടോ. നിറച്ച് പൂക്കളുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും സൈസ് ഫീൽ ചെയ്യുന്നത്. ഫ്ലവേഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റിന് ഇത്രയും സൈസ് കണ്ടെന്ന് വരില്ല. ഇതൊക്കെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ. സെയിലിനുള്ള പ്ലാന്റിൻ്റെ സൈസാണ് ഈ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ് കേട്ടോ. അടുത്തത് വരുന്നത് ബ്രിസ സോഫ്റ്റ് പീച്ചാണ്. ബ്രിസ സോഫ്റ്റ് പീച്ചിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ബ്രിസ സോഫ്റ്റ് പീച്ചിൻ്റെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലീഫുകൾക്കും ഒരു സോഫ്റ്റ്നെസ്സിൻ്റെ ഒരു വെൽവെറ്റ് ടെക്സ്ചറാണ് വരുന്നത്. നല്ല ബുഷി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ് കേട്ടോ. നല്ല ഹൈറ്റുള്ള നിറച്ച് ബ്രാഞ്ചസ് ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 1200 റുപ്പീസാണ് കേട്ടോ. അടുത്ത് വരുന്നത് ചില്ലി യെല്ലോയുടെ പ്ലാന്റാണ്. ചില്ലി യെല്ലോയുടെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതായി കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 7 ഇഞ്ച് പോട്ടിലാണ്. നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ പൂക്കൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം പൂക്കളൊക്കെയുള്ള പ്ലാന്റ് തന്നെയാണ്. 400 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അടുത്തത് വരുന്നത് അരുണ റെഡ് അല്ലെങ്കിൽ പലേക്കർ എന്ന് പറയുന്ന പ്ലാന്റാണ് കേട്ടോ. ലൈറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കളർ ശരിക്കും വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നില്ല. ഇതൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് കളർ വരുന്നത്. നമ്മുടെ റൂബി റെഡിൻ്റെ അത്രയും ഡാർക്ക് അല്ലെങ്കിലും അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഡീപ്പ് മജന്ത ഷെയ്ഡ് തന്നെയെന്ന് പറയാം കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ തണ്ടുകൾക്ക് കനം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇട്ട് വളർത്താവുന്ന പ്ലാന്റാണ്. 350 രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് വരുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. റെഡ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റാണ് കേട്ടോ. റെഡ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് വരുന്നത് ഇതാണ് ഒരു സൈസ് വരുന്നത്. ഫ്ലവർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 1000 റുപ്പീസാണ് കേട്ടോ. 1000 രൂപയ്ക്കാണ് നമ്മൾ റെഡ് സെപ്റ്റംബർ സെയിൽ ചെയ്യുന്നത്. അടുത്തത് വരുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. അർജുനയുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ നിറയെ പൂക്കളായിട്ട് ഒരു രക്ഷയില്ലാത്ത പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടോ അതുപോലെ തന്നെ ഇതിനു മുമ്പ് വന്ന പ്ലാന്റുകളെക്കാളൊക്കെ നല്ല ബുഷി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ്. റേറ്റും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ആദ്യം 950 ആയിരുന്നു പ്രൈസ് വന്നത്. ഇപ്പോൾ 1000 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. നമുക്ക് പ്ലാന്റിന് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ടാണ് കേട്ടോ റേറ്റിലും വ്യത്യാസം വരുന്നത്. അടുത്തത് വാട്ടർമെലൺ കിസിൻ്റെ പ്ലാന്റാണ് കേട്ടോ. വാട്ടർമെലൺ കിസിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് ഈ ഫ്ലവർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ശരിക്കും വാട്ടർമെലൺ മുറിച്ച് വെച്ചതുപോലെ തന്നെ അതൊരു മെച്ചൂർഡ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് ഷെയ്ഡാകും. വിരിയുന്ന സമയത്ത് ഒരു ഓറഞ്ച് കളർന്നിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് സൈസ് വരുന്നത്. ഞാൻ കൂട്ടത്തിൽ ഏറ്റവും ചെറിയൊരു പ്ലാന്റാണ് എടുത്ത് കാണിക്കുന്നത്. ഇത് ഓൺ റൂട്ട് പ്ലാന്റാണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓൺ റൂട്ട് പ്ലാന്റാണ്. അതുപോലെ തന്നെ നിറച്ച് ശിഖരങ്ങൾ, അതിൽ നിറയെ മൊട്ടുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. 1500 രൂപയാണ് കേട്ടോ നമ്മുടെ വാട്ടർമെലൺ കിസിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ തന്നെ 1000-1200 രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് മൊണാലിസ യെല്ലോൻ്റെ പ്ലാന്റാണ്. മൊണാലിസ ഇതിൽ ഫ്ലവർ വന്നു തുടങ്ങുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ നിറച്ച് പൂക്കളുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ പൂക്കൾ മെച്ചൂർഡായി ഇത് ഈ വിരിയുന്ന സമയത്ത് ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് വിരിയുന്നത്. മെച്ചൂർഡായി പൊഴിയാറാകുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലേക്ക് അത് മാറി വരുന്നതാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 600 റുപ്പീസ് 600 രൂപയാണ് കേട്ടോ മൊണാലിസ യെല്ലോയുടെ പ്രൈസ് വരുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റാണ്. വയലറ്റ് സെപ്റ്റംബറിൻ്റെ നല്ല വലിയ ഹെവി ബുഷി പ്ലാന്റാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. ഭയങ്കര വലിയ പ്ലാന്റുകളാണ്. കണ്ടോ, നിങ്ങൾക്ക് പ്ലാന്റ് കണ്ടാൽ അറിയാം. അതുപോലെ തന്നെ നിറയെ പൂക്കളായിട്ടിരിക്കുന്ന പ്ലാന്റാണ്. അങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. 750 രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. 750 റുപ്പീസിനാണ് ഈ ഒരു സൈസിലുള്ള വയലറ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ വിയറ്റ്നാം സ്പ്ലാഷ് എന്ന് പറയുന്ന പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ ട്രൈ കളറിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഒത്തിരി ആരാധകരുള്ളൊരു വെറൈറ്റിയാണ് ട്രൈ കളർ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പും അതുപോലെ തന്നെയുള്ള പർപ്പിളും വയലറ്റും വൈറ്റും ഷെയ്ഡിൻ്റെ ഒരു അസാധ്യ മിക്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 950 റുപ്പീസിനാണ് കഴിഞ്ഞ വീഡിയോയിൽ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടിയതുകൊണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നത് 550ക്കാണ് കേട്ടോ. അടുത്തത് വരുന്നത് ബ്രിസ പീച്ചിൻ്റെ പ്ലാന്റാണ്. ബ്രിസ പീച്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല വലിയ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. 700 റുപ്പീസിനാണ് കേട്ടോ നമ്മൾ ബ്രിസ പീച്ച് സെയിൽ ചെയ്യുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്.
അടുത്തത് വരുന്നത് തായ് സുവർണയാണ് കേട്ടോ. തായ് സുവർണേൻ്റെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല ഹെവി ബുഷി പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് കണ്ടാൽ അറിയാം. ഈ ഒരു പ്ലാന്റിലൊക്കെ ഇപ്പോൾ ഫ്ലവർ വന്ന് തുടങ്ങുന്നുള്ളൂ. അതുപോലെ നിറച്ച് പൂക്കളായിട്ടുള്ള പ്ലാന്റുകളും നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ തായ് സുവർണേൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 950 റുപ്പീസാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു ഗോൾഡൻ കളറിൽ ഫ്ലവർ വിരിഞ്ഞിട്ട് പിന്നെ അതൊരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറും. അതൊരു ക്രീം ഷെയ്ഡിലേക്കായിട്ട് മാറി വരും. അപ്പോൾ വൈറ്റിൻ്റെ ഒരു ഗോൾഡൻ യെല്ലോയുടെ മിക്സിംഗ് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ യെല്ലോ ബട്ടർഫ്ലൈൻ്റെ പ്ലാന്റ് ആണ്. യെല്ലോ ബട്ടർഫ്ലൈൻ്റെ 2 സൈസിൽ നമുക്ക് പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് യെല്ലോ ബട്ടർഫ്ലൈയുടെ സൈസാണ് വരുന്നത്. 450 റുപ്പീസാണ് വരുന്നത് കേട്ടോ. പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 450 റുപ്പീസിനാണ് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ, നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്കുള്ള ഒത്തിരി ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ യെല്ലോ ബട്ടർഫ്ലൈ. നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ 450 റുപ്പീസിനാണ് നമ്മൾ ഈ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടുന്നവർ വേഗം തന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് വരുന്നത് പർപ്പിൾ ടോങ്ലോങ് ആണ്. പർപ്പിൾ ടോങ്ലോങ്ങിൻ്റെ പ്രത്യേകത ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ശരിക്കും മുന്തിരിക്കൊല പോലെ തന്നെയാണ് ഈ ഫ്ലവർ ഇരിക്കുന്നത് കേട്ടോ. ശരിക്കും ഒരു മുന്തിരിയുടെ ഷേപ്പാണ്. കൊലയായിട്ട് പൂക്കൾ ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ നല്ല കൊലയായിട്ട് മുന്തിരി ഉണ്ടായി കിടക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന പ്ലാന്റ് ആണ്. നല്ലൊരു ബ്ലൂമറാണ് കേട്ടോ, ഹെവി ബ്ലൂമറാണ്. ഇതിപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് ഫ്ലവേഴ്സ് കുറവായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്റ്റോക്ക് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു കേട്ടോ. 850 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. ഇത് വരുന്നത് സ്പൈഡർ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ നമുക്കുള്ളൂ. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇത് കണ്ടോ, ഒരു മരം പോലെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സ്ട്രക്ചർ വരുന്നത്. കണ്ടോ, നിങ്ങൾക്കറിയാം, ഇതിൻ്റെ തടി കണ്ടാൽ അറിയാം, ഒരു മരത്തടി പോലെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇതിൽ ബ്രാഞ്ചസ് നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നത്. നല്ല ബ്ലൂമറാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി, നല്ല ബ്ലൂമറാണ്. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ പോയിട്ട് രണ്ടാമത് ഫ്ലവേഴ്സ് ആയി വരുന്നൊരു കണ്ടീഷനിലാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. 650 റുപ്പീസാണ്, 650 രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് വരുന്നത് നമ്മളുടെ പിങ്ക് ടോങ് ലോങ് ആണ് കേട്ടോ. പിങ്ക് അല്ലെങ്കിൽ ഓറഞ്ച് ടോങ് ലോങ് ആണ്. ഈ ഒരു ഫ്ലവർ ഓറഞ്ച് ഷെയ്ഡായിട്ടാണ് ഫ്ലവേഴ്സ് വിരിയുന്നത്. പിന്നെ അത് പിങ്ക് ഷെയ്ഡായിട്ട് മാറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് 350 റുപ്പീസിനാണ് കേട്ടോ. 350 രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഫ്ലവേഴ്സ് കുറച്ച് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അടുത്ത ഫ്ലവേഴ്സ് ആയി വരുന്ന കണ്ടീഷനിലാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ ഹവായി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഹവായി വൈറ്റിൻ്റെ നിറച്ച് പൂക്കളായി നിറയെ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഫ്ലവേഴ്സ് ആയി വരുന്നേ ഉള്ളൂ. ഇലകൾക്കും പൂക്കൾക്കും പ്രത്യേക ഭംഗിയാണ്. അതുപോലെ ഹാങ്ങിങ് പോട്ടിൽ ഇടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഹവായി വൈറ്റ്. പ്രൈസ് വരുന്നത് 550 രൂപയാണ് കേട്ടോ. അടുത്തത് വരുന്നത് റെഡ് ടോങ് ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ്. റെഡ് ടോങ് ലോങ്ങിൻ്റെ 6 ഇഞ്ച് പോട്ട് സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. നിറച്ച് പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് റെഡ് ടോങ് ലോങ്ങിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. 700 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ്, മഹാതീർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഫ്ലവേഴ്സ് വിരിയുന്നത്. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വിരിഞ്ഞിട്ട് അത് പിന്നെ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് മാറാണല്ലോ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഭംഗിയുള്ളൊരു ഫ്ലവർ കാണിക്കാനായിട്ട് ഇല്ല കേട്ടോ. ഒന്നുകിൽ കംപ്ലീറ്റ് വിരിഞ്ഞു പോയ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ വിരിഞ്ഞ് ആവാത്ത ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത്. നല്ല ബ്ലൂമറാണ്. അതുപോലെ തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ, ഒരു ഓറഞ്ചിൻ്റെയും ഒരു പിങ്കും പീച്ചിൻ്റെയും കളർ കോമ്പിനേഷൻ അസാധ്യ ഭംഗിയാണ് കേട്ടോ. നല്ല സൈസുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ മഹാതീർ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 600 റുപ്പീസ്, 600 രൂപയ്ക്കാണ് നമ്മൾ മഹാതീർ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം മഹാതീറിൻ്റെ പ്ലാന്റുകൾ ആവശ്യമുള്ളവരും സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പ്ലാനിൻ്റെ പേര് വോയിസ് ആയിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് വരുന്നതും ഒരു മാർബിൾ പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ലീഫുകളിലെല്ലാം തന്നെ ഒരു മാർബിളിൻ്റെ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്ലൂറസെൻ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഇതുപോലെയാണ് ലീഫുകൾ വരാം. അതുപോലെ ഫ്ലവേഴ്സ് ആണെങ്കിലും നല്ലൊരു ബ്ലൂമറാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. 550 രൂപ. അടുത്തത് വരുന്നത് നമ്മുടെ തിമ പീച്ചിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. തിമ പീച്ച് ഒരു റെയറാണ്. നമുക്ക് മുമ്പൊക്കെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക്
സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീമാ പീച്ചിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 700 റുപ്പീസാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് കളർ വരുന്നത്, ഒരു പീച്ചിഷ് കളറാണ് വരുന്നത്. ഇത് നോർമൽ പിങ്ക് തിമ പോലെ തന്നെ ചില ഫ്ലവേഴ്സ് വൈറ്റ് കളറിലും വിരിയും കേട്ടോ. അടുത്തത് വരുന്നത് സൂഫി ഇന്ത്യാനയുടെ പ്ലാന്റ് ആണ്. സൂഫി ഇന്ത്യാനയുടെ ബഡ് വന്ന് തുടങ്ങുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സൂഫി ഇന്ത്യാനയുടെ ഫ്ലവേഴ്സ് കാണാനായിട്ട്. ചില പ്ലാന്റുകൾക്ക് വൈറ്റ് കളർ വരും, ചിലതിൽ ഓറഞ്ച് ഫ്ലവർ വരും. പക്ഷെ കറക്റ്റ് ഫ്ലവർ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നല്ല വലിയ ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കണ്ടോ, നിറയെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റാണ്. 850 റുപ്പീസ്. അടുത്തത് വരുന്നത് നമ്മുടെ സക്കുര ബെല്ലാക്കാൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. സക്കുര ബെല്ലാക്കാൻ്റെ പ്ലാന്റ് നമുക്ക് മുമ്പ് ഒത്തിരി പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ സെയിൽ കഴിഞ്ഞതാണ്. പിന്നെ നമുക്ക് സ്റ്റോക്ക് ഒത്തിരി നാളായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 1400 രൂപയാണ് കേട്ടോ. ഹാങ്ങിങ് ബോട്ടിനൊക്കെ പറ്റിയ വെറൈറ്റിയാണ്. അടുത്തത് കുറച്ച് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ്. ഈ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രിസ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടറിയാം, വി ഗ്രാഫ്റ്റ് ആണ്. വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ റൂട്ട് പ്ലാന്റ് പോലെ തന്നെയാണ് കേട്ടോ. സ്ട്രോങ് പ്ലാന്റ് ആയിരിക്കും. നമുക്ക് ഹൈബ്രിഡ് പ്ലാന്റുകളൊക്കെ മഴയത്ത് വയ്ക്കുമ്പോഴുള്ള പ്രശ്നമൊന്നും വി ഗ്രാഫ്റ്റ് പ്ലാന്റുകൾക്ക് വരുന്നില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്താം. നിറയെ പൂക്കളായി തുടങ്ങി നിറച്ച് ബഡൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. 1000 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ. ഏകദേശം ഒരു 10-12 പ്ലാന്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്തത് വരുന്നത് ബിഗോജസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ബിഗോജസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സും ലീഫൊക്കെ ചെറിയതായിരിക്കും കേട്ടോ, സൈസ് ചെറുതായിരിക്കും, പക്ഷേ നിറയെ പൂക്കളായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഈ ഒരു പ്ലാന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ഓരോ ചെനപ്പുകളിൽ നിന്നും ഇങ്ങനെ നിറയെ ബഡുകൾ കൊലയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും നല്ല ഒരു ബ്ലൂമറാണ് കേട്ടോ. ഇത് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് സ്റ്റോക്ക് വന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഗ്രാഫ്റ്റാണ്. അതുപോലെ അതായത് വി ഗ്രാഫ്റ്റ് തന്നെ ചെയ്ത പ്ലാന്റ് ആണ്. 1000 രൂപ തന്നെയാണ് ബിഗോജസിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ റെഫറൻസ് ആയിട്ട് സൈഡിൽ കൊടുക്കാം കേട്ടോ. കാര്യം ഇതിൻ്റെ ഫ്ലവറുള്ള പ്ലാന്റ് ഇല്ല. നല്ലൊരു യെല്ലോയിഷ് ഗോൾഡൻ കളറാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല ഓറഞ്ച് ഷെയ്ഡ് ഫ്ലവേഴ്സും വരും കേട്ടോ. നല്ല ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ. നിറയെ പൂക്കളുണ്ടാകുന്ന നല്ലൊരു ബ്ലൂമറും കൂടിയാണ് കേട്ടോ ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ. കുറച്ച് ഹാങ്ങിങ് പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആണ്. 12 ഇഞ്ചിൽ സെറ്റ് ചെയ്തിട്ടുള്ള ചില്ലി യെല്ലോ, അതുപോലെ തന്നെ റൂബി റെഡിൻ്റെ ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഫ്ലെയിമിൻ്റെ പ്ലാന്റ് ആണ്, ഫ്ലെയിം റെഡിൻ്റെ ആണ്. അതുപോലെ തന്നെ ഇത് ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഈ പ്ലാന്റുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഉള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് like, share and subscribe.